ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. പേടിക്കണ്ട, അരുന്ധതിയുടെ വീട്ടിൽ തന്നെയാ. അമ്പലത്തിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ? നടന്നതൊക്കെ ഓർക്കാണോ? തല കറങ്ങി വീണപ്പോ ഞാൻ താങ്ങി പിടിച്ചു. തളർന്നു വീണപ്പോ അവിടെ വിട്ടിട്ട് പോവാൻ തോന്നിയില്ല. നന്നായിട്ടൊന്ന് ഉറങ്ങി? ഹോസ്പിറ്റലിൽ പോവാന്നാ വിചാരിച്ചത്. പിന്നെ തോന്നി ക്ഷീണം മാറുമ്പോ ശരിയാവോന്ന്. ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാൻ കരുതിയത് സെർവൻസ് ഉണ്ടാവുന്ന. ബെല്ലടിച്ചിട്ട് ആരും തുറന്നില്ല. ഇവിടെ ആരുമില്ല. ഡോറിന്റെ ചാവി എവിടാ? ഇവിടെ ഉണ്ട്. എന്താ ഇത്? ഞാൻ പിടിക്കാം. അരുന്ധതി വാ വാ. വാ പതുക്കെ, സൂക്ഷിച്ചു. ധൃതിയുണ്ടെങ്കിൽ പ്രഭാവതി പോയിക്കോളൂ. എനിക്കൊരു ധൃതിയില്ല. അരുന്ധതിക്ക് നല്ല സുഖമായിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ല, വാ. മോളെ, ശാരികയുടെ കാര്യത്തിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാ നിന്നെ വിളിച്ചത്. എനിക്ക് മനസ്സിലായി അച്ഛാ. പക്ഷേ
നീ വന്നത് മുതൽ ആകെ ഒരു വിഷമത്തിലാണല്ലോ. ഞാനും രാധികയും പറയുന്നൊന്നും നീ ശ്രദ്ധിക്കുന്ന പോലുമില്ല. എന്തു പറ്റി നിനക്ക്? അച്ഛാ, ഞാൻ പോയിട്ട് നാളെ വരാം. എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ. എന്താ മോളെ, എന്താ കാര്യം? ഇവിടുത്തെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടാണോ? എന്നാ കുറച്ചു നേരം വന്ന് വിശ്രമിക്ക. വാ, വന്നേ. കുറച്ചു നേരം കിടന്നിട്ട് സമാധാനമായിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു കാര്യം ചെയ്, നീ ഇറങ്ങ, നമുക്കൊന്ന് ആശുപത്രിയിൽ പോവാം. ഒന്നും വേണ്ടച്ചാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. വെറുതെ ഒന്നും പറഞ്ഞതല്ല. നിന്റെ മുഖം ആകെ വാടി തളർന്നിരിക്കുക, ശരീരം ക്ഷീണിച്ചിട്ടുണ്ട്. ശാരിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നീ നിന്റെ കാര്യം നോക്ക്. അച്ഛാ, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ വിഷമിക്കുന്നു കരുതി നീ കള്ളം പറയണ്ട. ഇനി ഇവിടെ ചന്ദ്രോത്ത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്കിലും അത് പറ മോളെ. എന്താ മോളെ? നന്ദു വീട്ടിലില്ലമ്മേ. ഇന്നലെ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. നന്ദന എവിടെ പോയി? എന്താ മോളെ, നന്ദൻ എവിടെ പോയതാ? അറിയില്ല അച്ഛാ. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? നന്ദൻ എവിടെയാണെന്ന് നിനക്കറിയില്ലെന്നോ? എന്തൊക്കെയാ കേക്കുന്നേ? മോളെ, നിങ്ങൾ തമ്മിൽ മിണ്ടാറും പറയാറൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. പിന്നെന്താ കാര്യം? നിന്നെ നിപ്പിൽ അങ്ങ് ഇറങ്ങിപ്പോയിന്നോ? മാധവേട്ടാ, വന്നേ, നമുക്ക് ചന്ദ്രോത്തേക്ക് പോവാം. ഒന്നും വേണ്ടമ്മേ. ഇനി അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ചേച്ചി, സ്വന്തം ഭർത്താവിനെ പറ്റി അറിയില്ലെന്നല്ലേ ചേച്ചി ഇപ്പൊ പറഞ്ഞത്? കാര്യങ്ങൾ ഞാൻ കേട്ടു. മുമ്പ് ഞാൻ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സ്വന്തം ജീവിതത്തിന്റെ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താ ഇങ്ങനെയിരിക്കും. അതുകൊണ്ട് തന്നെയാ എന്റെ ലൈഫിൽ മറ്റാരെയും ഇടപെടാൻ ഞാൻ സമ്മതിക്കാത്തത്. നിർത്തടി. ഇവിടെ മനുഷ്യൻ ആദ്യം പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു തത്വം പറച്ചില്. ഞാൻ പറഞ്ഞ തത്വം നേരത്തെ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ആദ്യം പിടിക്കണ്ടായിരുന്നു. ശാരി, നീ കൂടുതൽ സംസാരിക്കണ്ട. അതെന്താ അച്ഛാ സംസാരിച്ച? ഞാൻ സംസാരിക്കുന്നതിൽ എന്തേലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാ മതി, തിരുത്താം. ചേച്ചി, ചേച്ചിക്ക് ഇത്രയും വലിയ പദവിയും സ്വാധീനവും ഒക്കെയുണ്ട്. പക്ഷേ നന്ദേട്ടനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ചന്ദ്രോത്തേക്ക് പോവാന്ന് അച്ഛനും അമ്മയും പറയുമ്പോഴും പേടിക്കുന്നു. ചുരുക്കത്തിൽ ചേച്ചിക്ക് മറ്റുള്ളവരെ ഇടപെടിക്കാനും മടിയാ, സ്വയം ചെയ്യാനുള്ള ശക്തിയുമില്ല. നന്ദേട്ടനെ ഞാൻ കണ്ടുപിടിച്ചു തരട്ടെ. നന്ദുനെ നീ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാ പറയുന്നേ? ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ? എനിക്ക് ചേച്ചിയെക്കാളും ധൈര്യമുണ്ട്. നാട്ടുകാരെന്തു പറയുന്നുള്ള പേടിയുമില്ല. ചില കാര്യങ്ങളിൽ ഞാനും ഇപ്പൊ ഉറച്ച നിലപാടുകൾ തന്നെയാ എടുക്കുന്നത്. ഏതെങ്കിലും ചില കാര്യങ്ങളിൽ എടുത്തിട്ട് കാര്യമില്ല. എല്ലാത്തിലും എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനാ ചേച്ചി വിളിച്ചു വരുത്തിയെന്നറിയാം. പക്ഷേ ഞാനിപ്പോ ചേച്ചിയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാം. സോഷ്യൽ മീഡിയയിൽ മുമ്പ് വാർത്തകൾ വന്നപ്പോഴേ ശക്തമായിട്ട് ഇടപെടാനായിരുന്നു. എന്തായാലും സമാധാനിക്ക്, ഞാനൊന്ന് ശ്രമിക്കട്ടെ.
നീ എന്തത് കുടിക്കുന്നില്ലേ? വേണ്ട ബെല്ല. ഷെടാ, നന്ദനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ ട്രിപ്പ് വന്നേ. എന്നിട്ട് നന്ദന്റെ മുഖത്ത് മുറുക്കം മാറുന്നില്ലല്ലോ. ഏയ്, ഞാൻ ഹാപ്പിയാ. സത്യാണോ? സത്യം. ആ, അത് കേട്ടാ മതി. എനിക്കേ കാപ്പിയോ ചായയോ വല്ലതും വേണോ? ഒന്നും വേണ്ട. എന്നാ നമുക്ക് പോവാം. കാറെടുത്തോ. ആഹാ, പാപ്പനാണല്ലോ. ഹലോ മിസ്റ്റർ കുരുവിള. നിങ്ങളെവിടെയാ? ഞങ്ങളെ ഓൺ ദ വേയാ. ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ച് കാറി കയറാൻ പോവാ. നിങ്ങൾ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണോന്നോ? ഡബിൾ ഓക്കെയാ. എന്തായാലും അങ്ങനെ ഓക്കെ ആവും വരട്ടെ. അല്ല, എന്താ പാപ്പ? ദേവിക പണി പറ്റിച്ചു. എന്ത് പറ്റി? ദേവിക എന്ത് ചെയ്തെന്നാ? ഫയൽ കാണാതായതിനെ കുറിച്ചുള്ള പരാതി ദേവിക കമ്മീഷണർക്കും DGPയും കൂടി കൊടുത്തിരിക്കുക. അല്ല, അതിന് ദേവിക പാപ്പന് പരാതി തന്നിട്ട് ആകെ 2 ദിവസമല്ലേ ആയുള്ളൂ? അതെ, ഞാനും കരുതിയത് ഒരാഴ്ച കഴിഞ്ഞ് ചന്ദ്രവത്തി എന്ന് ഒരു മൊഴിയെടുക്കൽ നാടകമൊക്കെ നടത്താമെന്നാ. പക്ഷേ ദേവിക ഇപ്പൊ പഴയ ദേവികയല്ല. അവളുടെ വാക്കുകൾക്ക് മുമ്പത്തേക്കാൾ ശക്തിയും വേഗതയുമാ. പക്ഷേ MLA ദേവികയെ നമ്മൾ പേടിച്ചേ പറ്റൂ. കേസിനെ എങ്ങോട്ടാ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. കരുതലോടെ ഇരിക്കണമെന്ന് മുന്നറിയിപ്പ് തരാനാ ഞാനിപ്പോൾ വിളിച്ചത്. കമ്മീഷണർക്ക് DGPക്കും കൊടുക്കുന്ന പരാതിയിൽ ഉടൻ അന്വേഷണം ഉണ്ടാവോ സാർ? എനിക്ക് തന്ന കംപ്ലൈൻറ്റിൻ്റെ കോപ്പി അവർക്ക് അയച്ചെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ട ദേവിക DGP ഇടപെടുത്തും. വീട്ടുകാരെ ചോദ്യം ചെയ്യണമെന്ന സ്റ്റാൻഡിൽ ദേവിക ഉറച്ചു നിൽക്കുക. നന്ദനെ പൂട്ടുക എന്നതാ ദേവികയുടെ ലക്ഷ്യം. അതെല്ലാം പാപ്പൻ വെറുതെ കടന്ന് ചിന്തിക്കുന്നോണ്ടാ. ഞാനല്ല, ഇപ്പൊ കാര്യങ്ങൾ കടന്നു ചിന്തിക്കുന്നത് ദേവികയാ. മുമ്പെന്നോട് സംസാരിക്കുമ്പം ദേവികയുടെ ശബ്ദത്തിന് ഒരു അപേക്ഷയുടെ ടോണായിരുന്നു. അതിപ്പോ ആജ്ഞയുടേതായി. സാർ, അപ്പോൾ കാര്യങ്ങൾ കുഴപ്പത്തിലാവോ? ഒന്നും പറയാൻ പറ്റില്ല. നന്ദൻ കരുതലോടെ ഇരിക്കണം. എന്തായാലും യാത്ര നടക്കട്ടെ. ബെല്ല, കാര്യങ്ങൾ കുഴയാണല്ലോ. എന്ത് കുഴയൊന്ന്? എവിടെ കുഴയൊന്ന്? ബെല്ല ഉള്ളപ്പോഴോ? എന്നാ നമുക്കൊന്ന് കാണാം. നന്ദനെ കൊടുക്കാൻ വേണ്ടി ദേവിക, രക്ഷിക്കാൻ ഈ ഞാൻ. ആരാ ജയിക്കുന്നെന്ന് നമുക്ക് കാണാം. നന്ദനെ അറസ്റ്റ് ചെയ്യാൻ അവള് വരട്ടെ. അപ്പം മനസ്സിലാവും ഈ ബെല്ല ആരാണെന്ന്. അല്ല, ഐസക് സാർ പോലും ടെൻഷനില്ല. അപ്പോൾ കാര്യങ്ങൾ കുഴപ്പത്തിലാണെന്നല്ലേ അർത്ഥം? ഐസക് സാറല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ ടെൻഷൻ ആയാലും ദേ ഒട്ടും ടെൻഷൻ ആവാതെ ഞാൻ ഉണ്ടാവുന്നെന്താ. ആർക്കും തന്നെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. വണ്ടി എടുക്ക, ചെല്ല്. ഇത് കുടിക്ക. എങ്ങനെയുണ്ടിപ്പോ? ക്ഷീണം മാറിയോ? എന്നാ പ്രഭാവതി പോയിക്കോ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു തലവേദന, അത് മാറിക്കോളൂ. എന്നാ ഞാനൊരു കോഫി ഇട്ട് തരാം. അയ്യോ വേണ്ട.
എന്റെ കൈകൊണ്ടുണ്ടാക്കിയത് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് അതല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നോണ്ട്. എനിക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് വേണ്ടേ? അരുന്ധതിയുമായിട്ട് സൗഹാർദ്ദം കൂടാനോ പരിഭവം മാറ്റാനോ ഒന്നുമല്ല. ഇത്തരം ഒരവസ്ഥയിൽ ഏത് മനുഷ്യനും ചെയ്യുന്ന കാര്യമല്ലേ ഇതൊക്കെ? എന്റെ സ്ഥാനത്ത് അരുന്ധതിയായിരുന്നെങ്കിൽ അരുന്ധതിയും ഇത് തന്നെ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കോഫി എടുക്കാം. വീട്ടുകാർക്കെതിരെയോ നാട്ടുകാർക്കെതിരെയോ ദേവിക പരാതി കൊടുത്തോളൂ. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. മിസ്സിംഗ് ആയ ഫയൽ എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടതാ. CM ഡയറക്റ്റായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഞാൻ കണ്ടുവേണം ഫയൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ. സർ, എനിക്കറിയാം. അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് കൈ കഴിയിട്ട് കാര്യമില്ല. ഫയൽ വേണം. അതിന്റെ ഗൗരവം എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം സർ. ഗൗരവം അറിയാം, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ക്ഷമ പറയുന്നു. അങ്ങനെ അച്ചടി സാഹിത്യമൊന്നും കേൾക്കണ്ട. ഫയൽ ഉടനെ എനിക്ക് കിട്ടണം. ആ ഫയൽ മുഖ്യമന്ത്രിക്ക് അയക്കും മുമ്പ് എനിക്ക് പഠിക്കണം. സർ, അതിന് ഫയല് സൈറ്റിലുണ്ട് സർ. സൈറ്റിലുള്ളതല്ല, ഒറിജിനൽ വേണം. CM ഒപ്പിട്ടത്. MLA തുറന്നു പറ, വാസ്തവത്തിൽ ആ ഫയലിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ആരുമായിട്ട് എന്തെങ്കിലും ഡീലുണ്ടായിരുന്നോ? ഡീലിന്റെ ഇടപാടൊന്നും എനിക്കില്ല സർ. എന്ന് വെച്ചാൽ ദേവി എന്താ ഉദ്ദേശിച്ചത്? എനിക്കുണ്ടെന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല സർ. വീട്ടുകാർ പലരും കൂടി അറിഞ്ഞിട്ടുള്ള കളിയായത്. ഭർത്താവിനെ തന്ത്രപരമായി നാടുകടത്തി, എന്നിട്ട് ഭർത്താവിനെതിരെ കേസും കൊടുത്തു. കാര്യമെടുപ്പായല്ലോ. പാർട്ടിയുടെ ഇമേജ് പോകുന്ന കാര്യമായത്. തനിക്ക് പ്രശ്നമല്ല. ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയ സ്ഥാനം. അത് പോയാലെന്ത്, വന്നാലെന്ത്? ഞാനൊക്കെ ഈ പാർട്ടിയെ നട്ട് നനച്ച് വളർത്തിയവരിൽ ഒരാളാ. പാർട്ടിയെ ചീത്തപ്പേര് കൽപ്പിച്ചാലേ ഞങ്ങൾക്ക് നോവും. പാർട്ടിയുടെ ആശയങ്ങളാ ഞങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനം. പക്ഷേ ഈ ആശയങ്ങളും അടിസ്ഥാനവും ഒന്നും KK നായരുടെ പ്ലാന്റിന്റെ കാര്യത്തില് കണ്ടില്ലല്ലോ സർ. പ്ലാന്റിന് അനുമതി കൊടുത്തത് ഞാനല്ല. എനിക്ക് ഒപ്പിടേണ്ടി വന്നു. പക്ഷെ ആദ്യം മുതലേ സാറിനായിരുന്നില്ലേ ആ പ്ലാന്റിനോട് വല്ലാത്തൊരു താല്പര്യം? അതെങ്ങനെ വന്നു സർ? ഷട്ട് അപ്പ്. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ആരാന്ന് വെച്ചിട്ടാ തന്റെ ഈ വർത്തമാനം? സ്വന്തം പാർട്ടിക്കാരിയായി പോയി, അല്ലെങ്കിൽ താൻ എന്റെ തനിയർ അറിഞ്ഞനെ. 5 ദിവസത്തിനുള്ളിൽ ഫയൽ എന്റെ മുന്നിലെത്തണം. ഇല്ലെങ്കിൽ എന്താണെന്ന് അപ്പം അറിയും. സമയം കഴിഞ്ഞു. എനിക്ക് വേറെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്.
എവിടെ പോകുന്നു? മോളിൽ പോവാണോ? എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.